നമസ്കാരം. ജനം TV അവതരിപ്പിക്കുന്ന സ്മാർട്ട് ബ്രെയിൻ സീസൺ 6 നോളജ് പാർട്ട്ണർ സ്റ്റഡി അറ്റ് ചാണക്യ, അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആകാശ്, ഓറിയന്റൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രാണ ഇൻസൈറ്റ്. ഒരു പുതിയ മത്സരത്തിലേക്ക്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിവിൻ്റെ ലോകത്തെ വിസ്മയ കുരുന്നുകളാണ് സ്മാർട്ട് ബ്രെയിൻ സീസൺ 6-ൽ മത്സരിക്കാനെത്തുന്നത്. ഈ അറിവ് എങ്ങനെ പങ്കുവയ്ക്കാം, എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് പകർന്നു കൊടുക്കാം എന്നുള്ളത് കൂടിയാണ് ക്വിസ് മത്സരത്തിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം. കാരണം അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത്. ഈ അറിവ് എങ്ങനെ പകരാം, എങ്ങനെ പങ്കുവയ്ക്കാം, അത് എല്ലാവരിലേക്കും എങ്ങനെ എത്തിക്കാം എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമായി ഒരു മത്സരം കൂടി ഇവിടെ ആരംഭിക്കുന്നു. സ്മാർട്ട് ബ്രെയിൻ സീസൺ 6, എ ന്യൂ എപ്പിസോഡ് ബിഗിൻസ് ഹിയർ. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന കണ്ടസ്റ്റൻസ് വളരെ മിടുക്കരായ കുട്ടികളാണ്. പല ലെവലുകൾ മത്സരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളവരാണ്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് മത്സരിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരെവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, അവരുടെ പേരെന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. കണ്ടസ്റ്റൻറ്റ് നമ്പർ 1. എൻ്റെ പേര് നവനീതം കുമാർ. ഞാൻ തൃക്കാക്കര നൈപുണ്യ പബ്ലിക് സ്കൂളിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നവനീത് കുമാർ ഫ്രം നൈപുണ്യ പബ്ലിക് സ്കൂൾ, എറണാകുളം. നവനീത്, വെൽക്കം ടു സ്മാർട്ട് ബ്രെയിൻ. സെക്കൻഡ് കണ്ടസ്റ്റന്റ്. എൻ്റെ പേര് നിഖിൽ സുന്ദർ എം. ഞാൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സേക്രഡ് ഹാർട്ട് HSS തേവരയിൽ. നിഖിൽ സുന്ദർ ഫ്രം സേക്രഡ് ഹാർട്ട് തേവര. നിഖിൽ, സ്വാഗതം സ്മാർട്ട് ബ്രെയിൻ സീസൺ 6-ലേക്ക്. തേർഡ്. എൻ്റെ പേര് ശ്രീലക്ഷ്മി KR. ഞാൻ പഠിക്കുന്ന സ്കൂൾ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മോർക്കാലയിലാണ്. ശ്രീലക്ഷ്മി ഫ്രം സെൻറ് മേരീസ് സ്കൂൾ മോർക്കാല. ശ്രീലക്ഷ്മി, വെൽക്കം ടു സ്മാർട്ട് ബ്രെയിൻ സീസൺ 6. ഇനി നമുക്ക് വേണ്ടത് ഇന്നത്തെ റൗണ്ടുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. 3 റൗണ്ടുകളാണ് ഇന്നത്തെ മത്സരത്തിലുള്ളത്. ഈ 3 റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ഫസ്റ്റ് റൗണ്ട് ഓഫ് ദിസ് എപ്പിസോഡ്, ലോക്കർ റൗണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ ലോക്കറിൽ സൂക്ഷിക്കാൻ അവസരം തരുന്ന ഒരു റൗണ്ടാണിത്. ലോക്കർ റൗണ്ടിൽ 4 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 4 ചോദ്യങ്ങൾ 1 by 1 ആയിട്ട് സ്ക്രീനിൽ തെളിയും. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പേപ്പറിലേക്ക് ഉത്തരങ്ങൾ എഴുതാം. ഈ ഉത്തരം ശരിയാണെങ്കിൽ 10 മാർക്ക്, മൈനസ് മാർക്കില്ല. ഈ ഉത്തരം എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഉത്തരങ്ങൾ ലോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആഫ്റ്റർ ദ തേർഡ് റൗണ്ട് ഫൈനലി ആണ് ഈ ഉത്തരങ്ങളുടെ മാർക്ക് അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോക്കർ റൗണ്ട്. മൈനസ് ഇല്ല, പ്ലസ് മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നന്നായിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ ശരി ഉത്തരമാകാൻ കോൺഫിഡൻറ്റോടെ പേപ്പറിലേക്ക് എഴുതുക. റെഡിയാണോ? ലോക്കർ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുറ്റാന്വേഷണത്തിനുള്ള DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന തിരിച്ചറിയൽ വിദ്യ വികസിപ്പിച്ചെടുത്തത് ആരാണ്? DNA ഫിംഗർ പ്രിന്റിംഗ് ഈസ് എ ലാബ് ടെക്നിക് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് എ ലിങ്ക് ബിറ്റ്വീൻ ബയോളജിക്കൽ എവിഡൻസ് ആൻഡ് എ സസ്പെക്ട് ഇൻ എ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ. ദിസ് ഐഡന്റിഫിക്കേഷൻ ടെക്നിക് ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ A Carey Mullis, option B Alec Jeffreys, option C F.W. Angelman, option D Watson and Crick. ഇതിലാരാണ് DNA ഫിംഗർ പ്രിന്റിംഗ്? കുറ്റാന്വേഷണത്തിനൊക്കെ ഇപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന DNA ടെസ്റ്റിംഗ്, DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് ഇതിലാരാണെന്നാണ് ചോദ്യം. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നത് ഏത് മലയാള സാഹിത്യകാരൻ്റെ രചനയാണ്? 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ഈസ് എ മലയാളം വർക്ക് ഓഫ് വിച്ച് മലയാളം റൈറ്റർ? ഓപ്ഷൻ A മഹാകവി അക്കിത്തം, ഓപ്ഷൻ B കുമാരനാശാൻ, ഓപ്ഷൻ C വള്ളത്തോൾ, ഓപ്ഷൻ D MT വാസുദേവൻ നായർ. ഈ 4 പേരിൽ ആരാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയത്? അക്കിത്തമാണോ, കുമാരനാശാനാണോ, MT ആണോ, വള്ളത്തോളാണോ എന്നുള്ളതാണ് ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാവരും രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതി. തേർഡ് ക്വസ്റ്റ്യൻ. ഫാൻറ്റം എന്ന കഥാപാത്രത്തിൻ്റെയും കോമിക്സിൻ്റെയും സൃഷ്ടാവ് ആരാണ്? ഹൂ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദ ഫിക്ഷണൽ ക്രൈം ഫൈറ്റർ നോവൽ ഫാൻറ്റം? ഓപ്ഷൻ A വാൾട്ട് ഡിസ്നി, ഓപ്ഷൻ B സ്റ്റാൻലി, ഓപ്ഷൻ C സ്റ്റീവ് ഡിറ്റ്കോ ആൻഡ് ഓപ്ഷൻ D ലീ ഫോക്ക്. ഫാൻറ്റം കോടിക്കണക്കിന് വായനക്കാരെ ഇപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന, ക്രിയേറ്റ് ചെയ്തിട്ട് വർഷങ്ങളായെങ്കിലും
ഇപ്പോഴും കുട്ടികളുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും ഒക്കെ പ്രിയപ്പെട്ട കഥാപാത്രമായ ഫാൻറ്റം, എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ ഹൂം? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് പറത്തുന്ന ആദ്യ വനിതയായി മാറിയ ബാഡ്മിൻ്റൺ കളിക്കാരിയായ താരം ആരാണ്? ഷീ ഈസ് എ ബാഡ്മിൻ്റൺ പ്ലെയർ who became the first woman to fly the light combat aircraft, the Tejas. Who is she? Option A, Ashwini Ponnappa. Option B, Saina Nehwal. Option C, PV Sindhu. Option D, Jwala Gutta. 4 ഓപ്ഷൻസ് ആണ്. 4 ഓപ്ഷൻസിൽ നിന്ന് ബാഡ്മിൻ്റൺ കളിക്കാരിയെ തിരഞ്ഞെടുക്കാമെന്നായിരുന്നു എല്ലാവരും നോക്കിയത്. പക്ഷേ 4 പേരും ബാഡ്മിൻ്റൺ പ്ലെയേഴ്സാണ്. ഇതിലേത് ബാഡ്മിൻ്റൺ പ്ലെയറാണ് തേജസ് എന്ന ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പറത്തുന്ന ആദ്യ വനിതയായി മാറിയത്? യെസ്, 3 പേരും 4 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതി. ലോക്കർ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. ലോക്കർ റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഉത്തരം എഴുതിയ പേപ്പർ വളരെ ഭദ്രമായി ഒരു തവണ മടക്കി നമ്മുടെ ലോക്കറിലേക്ക് നിക്ഷേപിക്കുക. പ്ലീസ്. ലോക്കർ റൗണ്ടിൽ അവരുടെ ഉത്തരങ്ങൾ വളരെ സേഫായിട്ട് ലോക്കറിൽ നമ്മൾ പൂട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യുവേഷൻ ആഫ്റ്റർ ദ 3rd റൗണ്ട്. പക്ഷേ നമുക്കിതിൻ്റെ ഉത്തരങ്ങളൊന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകും. അതിനായിട്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുറ്റാന്വേഷണത്തിനുള്ള DNA ഫിംഗർ പ്രിൻറ്റിംഗ്, DNA ടെസ്റ്റിംഗ് എന്നും അറിയപ്പെടും. കുറ്റാന്വേഷണത്തിനൊക്കെ ഇപ്പോൾ സാധാരണമായിട്ട് ഉപയോഗിക്കാൻ എല്ലാ ഏജൻസികളെയും പലരും ആവശ്യപ്പെടുന്ന ഒരു ടെസ്റ്റിംഗ് രീതിയാണ്. ഇത് കണ്ടുപിടിച്ചത് അലക് ജെഫ്രീസ്. 2. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. 4 മലയാള സാഹിത്യകാരന്മാരാണ് ഇതിൽ. ജ്ഞാനപീഠ ജേതാവായ മഹാകവി അക്കിത്തമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ രചന നിർവഹിച്ചത്. 3. ക്വസ്റ്റ്യൻ നമ്പർ. ഫാൻറ്റം, വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും ഫാൻറ്റം വായിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. ഫാൻറ്റം വായിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമിക് ബുക്കിലോ ഒക്കെ ഫാൻറ്റം ധാരാളം തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഫാൻറ്റത്തിൻ്റെ ബുക്സ് ധാരാളമുണ്ട്. ഫാൻറ്റം എന്ന കോമിക്സിൻ്റെ സൃഷ്ടാവ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓപ്ഷൻ ഡി, ലീ ഫോക്ക് എന്ന വിഖ്യാത എഴുത്തുകാരനാണ് ഫാൻറ്റം എന്ന കോമിക്സിൻ്റെ സൃഷ്ടാവ്. 4th ക്വസ്റ്റ്യൻ. തേജസ് ഏത് ബാഡ്മിൻ്റൺ കളിക്കാരിയാണ് ഇത് പറത്തുന്ന ആദ്യ വനിതയായി മാറിയത് എന്നാണ് ചോദ്യം. മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒളിമ്പിക് മെഡൽ ജേതാവ് PV സിന്ധുവാണ് ആ വനിത. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു, ഉത്തരങ്ങൾ കണ്ടു, ഉത്തരങ്ങൾ ഇവിടെ ലോക്ക് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് 2ാമത്തെ റൗണ്ടിലേക്കാണ്. 2ാമത്തെ റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. വെൽക്കം ബാക്ക്. ജനം TV presents Smart Brain Season 6. Knowledge partner Study at Chanakya. Associate partners Akash, Oriental Group of Institutions and Prana Insight. 2ാം റൗണ്ടിലേക്ക് പോകാം. Second round is Choose Out round. Choose Out റൗണ്ടിൽ നിങ്ങൾക്ക് 6 ചോദ്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ആകും. 6 ചോദ്യ നമ്പറുകൾ ഇവിടെ ഡിസ്പ്ലേ ആകും. ഈ 6 ചോദ്യ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ തിരഞ്ഞെടുക്കാം. 2 നമ്പറുകൾ, ഇഷ്ടമുള്ള 2 നമ്പറുകൾ ഓരോ കണ്ടസ്റ്റൻറ്റിനും തിരഞ്ഞെടുക്കാം. ഡയറക്റ്റായിട്ട് ഉത്തരം പറയുന്നയാൾ ശരി ഉത്തരമാണെങ്കിൽ +10 മൈനസ് ഇല്ല. ഇൻഡയറക്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്തയാൾ ഉത്തരം എഴുതുന്നത് ശരിയാണെങ്കിൽ +5, തെറ്റാണെങ്കിൽ -3. ക്ലിയർ ആണോ? ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണ്. അപ്പോൾ ബസറിൽ കൈവച്ച് റെഡി ആയിട്ടിരിക്കുക. അറിയാമെങ്കിൽ ക്ലെയിം ചെയ്യുക. നവനീതിനോടാണ് ആദ്യം ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. നവനീതിന് ഏത് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്? 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ 5. 1 and 5, 1ഉം 5ഉമാണ് നവനീത് ആവശ്യപ്പെടുന്നത്. നവനീതിന് വേണ്ടിയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2019 ഒക്ടോബറിൽ US ബഹിരാകാശ ഏജൻസി നാസ ലോകത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഈ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? കണ്ടസ്റ്റന്റ് 2 നിഖിൽ ബസർ പ്രസ് ചെയ്തിട്ടുണ്ട്. നവനീതിനോടാണ് ഡയറക്റ്റ് ചോദ്യം. ഓപ്ഷൻസ്: A കലാംസാറ്റ്,
ഓപ്ഷൻ ബി ചാന്ദ്രയാൻ സാറ്റ്, ഓപ്ഷൻ സി വിക്രം സാറ്റ് ആൻഡ് ഓപ്ഷൻ ഡി കരിതൽ സാറ്റ്. ഈ 4 ഏതാണ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നവനീതിൻ്റെ മുഖത്തൊരു ചിരി വന്നു. അതിൻ്റെ അർത്ഥം ഈ ഉത്തരത്തിലേക്ക് ഏകദേശം അറിയാമെന്നാണ്. പക്ഷേ നിഖിലിൻ്റെ ഉത്തരം എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. യെസ്, നിഖിൽ ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് എന്താണ് നവനീതിൻ്റെ ഉത്തരം. കലാം സാറ്റ്. കലാം സാറ്റാണ്. എങ്ങനെയാണ് ആ ഉത്തരത്തിലേക്ക് എത്തിയത്? ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ കുറേ വിദ്യാർത്ഥികൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഈ സാറ്റലൈറ്റ് നിർമ്മിച്ചത് പേപ്പറിൽ വായിച്ചത് ഉറപ്പായിട്ടും കലാം സാറ്റ് തന്നെയാണ്. ഉറപ്പാണ്. ആ ഉറപ്പ് നേടിത്തരുന്നു. 10 മാർക്ക് നവനീതിന്. റൈറ്റ് ആൻസർ. നിഖിൽ ഓൾസോ റോട്ട് ദ സെയിം ആൻസർ, കലാം സാറ്റ്. നിഖിലും എഴുതിയത് അതാണ്. 10 മാർക്ക് നവനീതിന്, 5 മാർക്ക് നിഖിലിന്. വെൽ ഡൺ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5 ഫോർ നവനീത്. 1860 ഫെബ്രുവരി 18 ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്? ഹു പ്രസന്റഡ് ഇന്ത്യസ് ഫസ്റ്റ് എവർ ബഡ്ജറ്റ് ഓൺ ഫെബ്രുവരി 18, 1860? ശ്രീലക്ഷ്മി ബസ്രമർത്തിയിട്ടുണ്ട്. ഓപ്ഷൻ എ ജെയിംസ് വിൽസൺ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ലോർഡ് മൗണ്ട് ബാറ്റൻ, ഓപ്ഷൻ ഡി രാജഗോപാലാചാരി. ഈ 4 പേരിൽ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 1860 ഫെബ്രുവരി 18? നവനീത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നവനീത് ഉത്തരം കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ശ്രീലക്ഷ്മി ബസർ പ്രസ് ചെയ്തിരുന്നു. ശ്രീലക്ഷ്മിയുടെ ആൻസർ യെസ്, ശ്രീലക്ഷ്മി ആൻസർ എഴുതിയിട്ടുണ്ട്. എന്താണ് നവനീതിൻ്റെ ഉത്തരം? ജെയിംസ് വിൽസൺ. ഓപ്ഷൻ എ ജെയിംസ് വിൽസൺ. ജെയിംസ് വിൽസനെ പറ്റി കേട്ടിട്ടുണ്ട്. ബാക്കി ആരുമല്ല. അല്ല. 100% ഉറപ്പാണ്. എങ്ങനെയാണ് ഉറപ്പാക്കിയത്? ഉറപ്പ് മൗണ്ട് ബാറ്റൻ പ്രഭു ആവാൻ സാധ്യതയില്ല. കാരണം ജെയിംസ് വിൽസൺ ആണ്. ഉറപ്പാണെങ്കിൽ 10 മാർക്ക്. റൈറ്റ് ആൻസർ, ജെയിംസ് വിൽസൺ. ശ്രീലക്ഷ്മി ഓൾസോ ഗോട്ട് 5+ മാർക്സ്. ജെയിംസ് വിൽസൺ. നവനീത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി 1860 എല്ലാവരുടെയും ഏകദേശം കാലയളവുമാണ് കണക്കൂട്ടിയത് അല്ലേ? ആ കൂടെ ജെയിംസ് വിൽസൺ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ബാക്കി എല്ലാവരും സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ജീവിച്ചിരുന്നവരാണ്. യെസ്, നവനീതിൻ്റെ ചാൻസ് ഇവിടെ അവസാനിച്ചു. ദെൻ കണ്ടസ്റ്റന്റ് 2 നിഖിലിനുള്ള ചാൻസ് ആണ്. നിഖിലിന് ഏത് ചോദ്യങ്ങളാണ് വേണ്ടത്? 2 and 4. 2 and 4 2ഉം 4ഉമാണ് നിഖിൽ എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഒരേ ഒരു വിദേശ സിനിമയായ പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? പാരസൈറ്റ് ഈസ് ദ ഓൺലി ഫോറിൻ ഫിലിം ടു വിൻ ബെസ്റ്റ് പിക്ചർ സോ ഫാർ ഇൻ 92 years ഓസ്കാർ ഹിസ്റ്ററി. ഹു ഈസ് ദ ഡയറക്ടർ ഓഫ് ദിസ് കൊറിയൻ മൂവി? ഓപ്ഷൻ എ കാങ് ഹോങ് സോങ്, ഓപ്ഷൻ ബി ബോങ് ജൂൺ ഹോ, ഓപ്ഷൻ സി ജാക്കി ചാൻ, ഓപ്ഷൻ ഡി സിൽവെസ്റ്റർ സ്റ്റാലൻ. നിഖിലിനോടാണ് ഡയറക്റ്റ് ചോദ്യം. ബസർ അമർത്തിയിരിക്കുന്നത് നവനീതാണ്. നവനീതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിഖിലിനാണ് ചാൻസ് ഉത്തരം പറയാൻ. നിഖിൽ, ഏതാണ് ഉത്തരം? എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ ബി ബോങ് ജൂൺ ഹോ ആണെന്നാണ്. തോന്നുന്നതാണ്, ഉറപ്പില്ല. വലിയ ഉറപ്പില്ല. എങ്കിലും ബോങ് ജൂൺ ഹോ ആണെങ്കിൽ എന്ത് കിട്ടും? 10 പോയിന്റ് കിട്ടും അല്ലേ? യു ഗോട്ട് 10 points. അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. നല്ലൊരു ഗസ് ആയിരുന്നു, ബോങ് ജൂൺ ഹോ. നവനീത് ഓൾസോ റോട്ട് സെയിം ആൻസർ. നവനീത് ഗോട്ട് 5 points ഫോർ ദിസ് ക്വസ്റ്റ്യൻ. 3 പേരും നല്ല മത്സരത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം അടുത്ത ചോദ്യങ്ങൾ ഇനി എങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ നിഖിൽ. DRDO ഏത് സംസ്ഥാനത്തിലെ മെട്രോ റെയിൽ ശൃംഖലയിലാണ് ബയോ ഡൈജസ്റ്റർ MK2 സാങ്കേതിക വിദ്യ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? DRDO is to establish biodigester MK2 technology in which states metro rail network? നിഖിലിനോടാണ് ഡയറക്റ്റ് ചോദ്യം. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി തമിഴ്നാടു, ഓപ്ഷൻ സി മഹാരാഷ്ട്ര ആൻഡ് ഓപ്ഷൻ ഡി കർണാടക. ഇതിൽ ഏത് സംസ്ഥാനത്തെ മെട്രോ റെയിൽ ശൃംഖല? 4 സംസ്ഥാനത്തും മെട്രോ റെയിലുണ്ട്. അതിലേത് സംസ്ഥാനത്താണ് DRDO ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ സ്ഥാപിക്കുന്നതെന്നാണ് ചോദ്യം. നിഖിലിനാണ് ഡയറക്റ്റ്. നവനീതും ശ്രീലക്ഷ്മിയും ഇതിൽ ട്രൈ ചെയ്യുന്നില്ല. 2 പേർക്കും ഉറപ്പില്ല. നിഖിലിന് ഉത്തരം പറയാം.
എൻ്റെ ഒരു ഗസ്സാണ് കേരളം. കേരള അല്ലേ? കേരളത്തിലെ മെട്രോ ഏതാണ്? കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയിലാണ് DRDO സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് നിഖിലിൻ്റെ ഗസ്. യുവർ ഗസ് ദിസ് ടൈം റോങ്. ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണ് റൈറ്റ് ആൻസർ. ഈ ചോദ്യത്തിന് മാർക്ക് കിട്ടുന്നില്ല. പക്ഷേ നല്ലൊരു ഗസ്സായിരുന്നു. കാരണം കൊച്ചി മെട്രോയാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതായിരിക്കാം എന്ന് വിചാരിക്കാം. പക്ഷേ മഹാരാഷ്ട്ര. ഈ ബയോഡൈജസ്റ്റർ എന്ന് പറയുന്നത് വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് ഗ്യാസായിട്ടും വാട്ടറായിട്ടും, അഗ്രികൾച്ചറിന് ഉപയോഗിക്കാവുന്ന വാട്ടറായിട്ടും കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസായിട്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ബയോഡൈജസ്റ്റർ. അത് DRDO ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അവർ തേർഡ് കണ്ടസ്റ്റൻറ്റ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിക്ക് ഇനി ബാക്കിയുള്ള 2 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ 3 and 6 ആണ്. ശ്രീലക്ഷ്മിക്കുള്ള ആദ്യത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ചതിന് ശേഷം ഏത് ഉടമ്പടിയിലാണ് ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ മംഗലാപുരം ഉടമ്പടി, ഓപ്ഷൻ ബി സെരിംഗപട്ടം ഉടമ്പടി, ഓപ്ഷൻ സി സുർജി അഞ്ചൻഗാവ് ഉടമ്പടി ആൻഡ് ഓപ്ഷൻ ഡി വയനാട് ഉടമ്പടി. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം? എല്ലാം ഒന്ന് ഓർത്ത് നോക്കുക. ഏത് സമയത്തായിരിക്കാം അത് നടന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വിജയിച്ചത്. അപ്പോൾ ഏത് ഉടമ്പടിയിലായിരിക്കും ഒപ്പുവെക്കാൻ സാധ്യത? 2 പേരും ബസറിൽ ട്രൈ ചെയ്യുന്നില്ല, ഭാഗ്യം പരീക്ഷിക്കുന്നില്ല അല്ലേ? ഇപ്പോൾ കിട്ടിയ പ്ലസ് ഒക്കെ മതി, മൈനസിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് നവനീതും നിഖിലും പറയുന്നത്. ശ്രീലക്ഷ്മി ഗസ്സാണ്. യെസ്, സി, ഓപ്ഷൻ സി. ഓപ്ഷൻ സി സുർജി അഞ്ചൻഗാവ് ഉടമ്പടി. ആ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഇതൊക്കെ ഈ 2 ഉടമ്പടിയും ഞാൻ കേട്ടിട്ടുള്ളത് കൂടുതലും ടിപ്പു സുൽത്താൻ്റെ ഇതായിട്ടാണ്. സോ ഇത് എനിക്ക് ഞാൻ അങ്ങനെ റിലേറ്റഡ്, ഐ തിങ്ക് മറാത്തയായിട്ട് റിലേറ്റഡ് ആണെന്ന് എനിക്കൊരു തോന്നൽ. ഓക്കെ, യുവർ ഗസ് ഓൾമോസ്റ്റ് വാസ് റൈറ്റ്, ബട്ട് ദ ആൻസർ ഈസ് റോങ്. ഓപ്ഷൻ ബി സെരിംഗപട്ടം ഉടമ്പടി അതായിരുന്നു ശരി ഉത്തരം. പക്ഷേ ആ ഗസ് കറക്റ്റായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ അച്ഛനായിരുന്ന സുൽത്താൻ ഹൈദരലി, അദ്ദേഹവുമായുള്ള യുദ്ധത്തിന് ശേഷം അന്ന് മറാത്ത സാമ്രാജ്യം വരെ നീണ്ടു കിടക്കുന്നതായിരുന്നു ഹൈദരലിയുടെ സാമ്രാജ്യം. ആ യുദ്ധത്തിന് ശേഷം സെരിംഗപട്ടം എന്ന് പറയുന്നത് ശ്രീരംഗപട്ടണം ആണ് സെരിംഗപട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഉടമ്പടിയാണ് ഒപ്പുവെച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ശ്രീലക്ഷ്മി. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിച്ച ആയോധന കലയാണ് കരാട്ടെ. ഒരു കരാട്ടെ പരിശീലകൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കറണ്ട് അഫയേഴ്സ് ആണ്. കരാട്ടെ ഈസ് ദ മാർഷൽ ആർട്ട് which made its debut at 2020 Tokyo Olympics. What is a karate practitioner called? Contestant 1 നവനീത് ബസർ അമർത്തിയിട്ടുണ്ട്. നവനീത് ഉത്തരം എഴുതുന്ന തിരക്കിലാണ്. പക്ഷേ ശ്രീലക്ഷ്മിക്കാണ് പറയുന്നതിനുള്ള ചാൻസ്. ഓപ്ഷൻ എ കരാട്ടെക്ക, ഓപ്ഷൻ ബി കരാട്ടേക്കർ, ഓപ്ഷൻ സി കരോട്ടോ ആൻഡ് ഓപ്ഷൻ ഡി കരിറ്റോ. ഇതിൽ ഏതാണ് ഒരു കരാട്ടെ പരിശീലകൻ എന്നറിയപ്പെടുന്നത്? 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഈ ആയോധന കല ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത്. ധാരാളം നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു കരാട്ടെ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത്. ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിച്ച ഈ ആയോധന കലയുടെ പരിശീലകൻ്റെ പേര്. ശ്രീലക്ഷ്മിക്ക് ഉത്തരം പറയുന്നതിന് മുൻപ് നവനീതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. നവനീത് ആൻസർ എഴുതിയിട്ടുണ്ട്. ശ്രീലക്ഷ്മിയുടെ ഉത്തരത്തിലേക്ക് പോകാം. ഓപ്ഷൻ സി കരാട്ടോ. ഓപ്ഷൻ സി കരോട്ടോ. കേട്ടിട്ടില്ല അല്ലേ? ഇല്ല. ഒരു വൈൽഡ് ഗസ് ആണ്. ഓപ്ഷൻ സി കരോട്ടോ ആണ് ശ്രീലക്ഷ്മി പറഞ്ഞ ഉത്തരം. പക്ഷേ നവനീത് എഴുതിയ ഉത്തരം ഡിഫറൻ്റ് ആണ്. നവനീത് എഴുതിയത് ഓപ്ഷൻ എ കരാട്ടേക്കയാണ്. നമുക്കിവിടെ +10 കിട്ടാൻ സാധ്യതയുണ്ട്, +5 കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ -3 കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? ഇവിടെ കിട്ടുന്നത് +5 ഫോർ നവനീത്. ഓപ്ഷൻ എ കരാട്ടേക്കയാണ് റൈറ്റ് ആൻസർ. ശ്രീലക്ഷ്മിയുടെ ഉത്തരം തെറ്റാണ്. നോ പ്രോബ്ലം, അറിയില്ലായിരുന്നു, പക്ഷെ ഒരു നല്ല ഗസ് നടത്തി. ഇറ്റ്സ് ഓക്കെ. നമുക്കിനി ഒരു റൗണ്ട് കൂടി ബാക്കിയുണ്ട്. ബിഫോർ വി ആർ മൂവിങ് ടു തേർഡ് റൗണ്ട് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. വെൽക്കം ബാക്ക്. ജനം TV അവതരിപ്പിക്കുന്ന സ്മാർട്ട് ബ്രെയിൻ സീസൺ 6 നോളജ് പാർട്ട്ണർ സ്റ്റഡി അറ്റ് ചാണക്യ
അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആകാശ്, ഓറിയന്റൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രാണ ഇൻസൈറ്റ്. തേർഡ് റൗണ്ടാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് റൗണ്ട്, ഫാസ്റ്റ് ഹിറ്റ് റൗണ്ട്. മൂന്നാമത്തെ റൗണ്ട് ബസർ റൗണ്ടാണ്. ഫാസ്റ്റ് ഹിറ്റ്, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം. കൈ ബസറിൽ വെച്ച് റെഡി ആയിട്ടിരിക്കുക. ഉത്തരം അറിയാമെങ്കിൽ ബസർ പ്രസ് ചെയ്യുക. ശരി ഉത്തരമാണെങ്കിൽ +10, തെറ്റാണെങ്കിൽ -5. അപ്പോൾ ശ്രദ്ധിച്ച് ലോക്ക് ചെയ്യാൻ നോക്കുക. നമുക്ക് പോകാം ക്വസ്റ്റ്യനിലേക്ക്. തേർഡ് റൗണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം ഏതാണ്? Which is the oldest artificial harbour of eastern coast in India? Contestant 3 ശ്രീലക്ഷ്മിയാണ് ബസർ അമർത്തിയിരിക്കുന്നത്. ഓപ്ഷൻസ്: എ ഹൽദിയ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി വിശാഖപട്ടണം ആൻഡ് ഓപ്ഷൻ ഡി പാരദീപ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ പഴയ കൃത്രിമ തുറമുഖം ഏതെന്നുള്ളതാണ് ചോദ്യം. ശ്രീലക്ഷ്മി? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി പാരദീപ് ആണ് ശ്രീലക്ഷ്മി പറഞ്ഞ ഉത്തരം. ശ്രീലക്ഷ്മി, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് എ റോങ് ട്രൈ. ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം ആൻസർ ഈസ് ചെന്നൈ. ഓപ്ഷൻ ബി ചെന്നൈയാണ്. സാരമില്ല, ഒരു റിസ്ക് ആയിരുന്നു. ബസർ റൗണ്ടിൽ അങ്ങനെയൊക്കെയാണ്, റിസ്ക് എടുക്കുക. ചിലപ്പോഴാണ് നമുക്കത് വിജയിക്കുകയുള്ളൂ. നോ പ്രോബ്ലം. 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. 20 മാർക്കിനുള്ള ചാൻസും കൂടിയുണ്ട്. ഓക്കെ, റെഡിയാണോ? എല്ലാവരും റെഡിയാണ്? ബസർ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ഒരു വർഷത്തിൽ 3 സെഷനുകളാണ് ലോകസഭയിൽ ഉണ്ടാവുക. താഴെ പറയുന്നവയിൽ ഏതാണ് ലോക്സഭാ സെഷനുകളിൽ ഉൾപ്പെടാത്തത്? അഗൈൻ ശ്രീലക്ഷ്മിയാണ് ബസർ അമർത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻ എ ഇയർ there are 3 sessions of Lok Sabha will take place. Which of the following is not a session of the Lok Sabha? Option A budget session, option B monsoon session, option C summer session, option D winter session. ഇതിൽ ഏതാണ് ഇല്ലാത്തത് എന്നാണ് ചോദ്യം. ശ്രീലക്ഷ്മിയാണ് അഗൈൻ. ശ്രീലക്ഷ്മി, യുവർ ആൻസർ. ഓപ്ഷൻ ഡി വിന്റർ സെക്ഷൻ. ഓപ്ഷൻ ഡി വിന്റർ സെഷനാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്. രണ്ടാമത്തെ ട്രൈ ആണ് ബസർ റൗണ്ടിലെ. സെക്കൻഡ് ട്രൈ റോങ് ട്രൈ. വിന്റർ സെഷൻ റോങ് ആൻസർ ആണ്. സമ്മർ സെഷൻ, ഓപ്ഷൻ സി സമ്മർ സെഷൻ ആയിരുന്നു റൈറ്റ് ആൻസർ. ഈ സെഷൻസ് 3 സെഷൻസ് സമ്മർ സെഷൻ എന്ന് പേര് വരാതിരിക്കാൻ ഒരു കാരണം, ബജറ്റ് സെഷൻ നടക്കുന്നത് ഫെബ്രുവരി മുതൽ അടുത്ത 2-3 മാസ കാലയളവിലേക്കാണ്. ശരിക്കും ആ സമയത്താണ് സമ്മർ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ സെഷൻ്റെ പേര് ബജറ്റ് സെഷൻ എന്നാണ്. ബാക്കിയുള്ളതൊക്കെ ആ കാലങ്ങളുമായിട്ടനുസരിച്ചുള്ളതാണ്. സാരമില്ല, എഗെയിൻ നല്ലൊരു ട്രൈ ആയിരുന്നു. നോ പ്രോബ്ലം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് കോമ്പറ്റീഷൻ. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ സോഷ്യൽ മീഡിയ സൂപ്പർ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് സോഷ്യൽ മീഡിയ സൂപ്പർ ആപ്ലിക്കേഷൻ? കണ്ടസ്റ്റന്റ് 1 നവനീതാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻസ്പയർ, ഓപ്ഷൻ ബി ഇഗ്നൈറ്റ്, ഓപ്ഷൻ സി ഇൻകോർപ്പറേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി എലിമെന്റ്സ്. ഈ 4-ൽ ഏതാണ് നവനീത് ഇന്ത്യയുടെ സൂപ്പർ ആപ്ലിക്കേഷൻ? ഇഗ്നൈറ്റ്. ഓപ്ഷൻ ബി ഇഗ്നൈറ്റ് ആണ് നവനീത് പറഞ്ഞ ഉത്തരം. ഇഗ്നൈറ്റ് എവിടെ നിന്നാണ് ആ ഉത്തരം കിട്ടിയത്? ഗസ്സാണ്. ബസർ റൗണ്ടിൽ ഒരു വൈൽഡ് ഗസ്സാണ് അല്ലേ? ഇഗ്നൈറ്റ് റോങ് ആൻസർ. ഓപ്ഷൻ ഡി എലിമെന്റ്സ് ആയിരുന്നു. അതായിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്നത്. നമുക്ക് കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ മാർക്ക് കിട്ടി. ഇതൊരു ട്രൈ ആയിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എ ബാഡ് ട്രൈ. നോ പ്രോബ്ലം. 3 റൗണ്ടുകൾ ഇവിടെ അവസാനിച്ചു. 3ാമത്തെ റൗണ്ടിന് ശേഷം നമുക്കിനി ഒരു കടമ ബാക്കിയുണ്ട്. എന്താണത്? ഫസ്റ്റ് റൗണ്ടിലെ നിങ്ങളുടെ ഉത്തരങ്ങൾ അവിടെ വെയിറ്റിങ്ങിലാണ്. അതിൻ്റെ മാർക്ക് അറിയണ്ടേ? നമുക്ക് ഫസ്റ്റ് റൗണ്ടിലെ ഉത്തരങ്ങളിലേക്കൊന്ന് നോക്കാം. എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്നൊന്ന് പരിശോധിക്കാം. നിഖിൽ സുന്ദർ, ആദ്യത്തെ പേപ്പർ നിഖിൽ സുന്ദറിൻ്റെയാണ്. നിഖിൽ സുന്ദർ 1, 2, 3, 4 റൈറ്റ് ആൻസേഴ്സ്, 40 മാർക്സ് ഇൻ ഫസ്റ്റ് റൗണ്ട്. നെക്സ്റ്റ് നവനീത് എം കുമാർ. നവനീത്, ഫസ്റ്റ് റൗണ്ടിൽ എന്ത് പറ്റി? 0 മാർക്കാണ്. നോ പ്രോബ്ലം. ദെൻ ശ്രീലക്ഷ്മി, യുവർ ആൻസേഴ്സ് 1, 2 and 4 are correct. You got
30 marks in first round. After the third round, let's check the final score. First contestant Navaneet, 25 marks. And second contestant Nikhil with a 55 marks. Wonderful, fabulous performance. And Sri Lakshmi, your mark is 20. Third position 20. Very good. 3 പേരും വളരെ നന്നായിട്ട് കളിച്ചു. ഇന്നത്തെ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനമാണ് അടുത്തത്. സമ്മാനദാനത്തിനായി നമുക്ക് സ്വാഗതം ചെയ്യാം സ്റ്റഡി അറ്റ് ചാണക്യ സാരഥികളെ വിനോദ് പിള്ളൈ, VP അഡ്മിൻ ആൻഡ് ഓപ്പറേഷൻസ്, സുമതി കെ, അക്കാഡമിക് ഹെഡ്, ആൻഡ് റിജിമോൾ VJ, സീനിയർ കൺസൾട്ടൻറ്റ്. വെൽക്കം. 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 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരത്തിന് ശേഷം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. 3 പേരും വളരെ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തു, നന്നായിട്ട് മത്സരിച്ചു. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ കോമ്പറ്റീഷൻസ്. ജനം TV presents Smart Brain Season 6 Knowledge Partner Study at Chanakya, Associate Partners Akash, Oriental Group of Institutions and Prana Insight. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.